പാലക്കാട് ജില്ല നയിക്കുന്ന അവകാശ സംരക്ഷണ ജാഥയാണ് ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് ഇതുപോലൊരു അവകാശ സംരക്ഷണ ജാഥ നയിക്കേണ്ടി വരുന്നത്? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് മുൻപ് അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികള് സംരക്ഷണ ജാഥയായിട്ടും പല ജാഥകളായിട്ടും പല സഹനങ്ങളായിട്ടും നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വീണ്ടും ആം ആദ്മിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ ജാഥ നടത്തേണ്ട ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഈ അവസ്ഥയെ കുറിച്ച് രണ്ടു വാക്ക് പ്രതിപാദിക്കാനാണ് ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സഞ്ചാരം. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ ഒരു തെറ്റായിട്ടാണ് ഇന്ന് ഈ ലോകത്ത് അംഗീകരിക്കപ്പെടുന്നത്. ഒരു ഭരണകൂടം അവരുടെ ജനതയ്ക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യം ഏത് ലോകരാഷ്ട്രങ്ങളിൽ എടുത്താലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അവന് വാഹനവുമായിട്ട് അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് അപകടങ്ങൾ കൂടാതെ എത്തിച്ചേരുക എന്നുള്ളത്, അതിന് വളരെ നല്ല റോഡുകൾ അത്യാവശ്യമാണ്. ഈ റോഡുകൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് ടാക്സ് ഇനത്തിൽ അവന് സാധിക്കാത്ത മുഴുവൻ സംഖ്യയും പിരിച്ചെടുക്കുക എന്നുള്ള ഒരു കളവ് അല്ലെങ്കിൽ കളവിന് കൂട്ടു നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നടമാടുന്നത്. ഏതൊക്കെ നല്ല റോഡ് കണ്ടാലും അതിനെല്ലാം വളരെയധികം ടോള് കൊടുക്കേണ്ട ഒരു അവസ്ഥ. പണ്ടത്തെ കാലത്ത് ചുങ്കം പിരിച്ചിരുന്നു. പണ്ട് ഈ എക്സൈസുകാർക്ക് മുന്നോടിയായിട്ട് സാൾട്ടുകാരെന്ന് അവരെ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഈ സംവിധാനം ചുങ്കം GST വന്നപ്പം പിരിക്കാൻ പറ്റില്ലല്ലോ. പണ്ട് വാറ്റായി, പിന്നെ GST ആയി. അതിന്റെ കഥയൊന്നും പറയുന്നില്ല. പിന്നെ ഈ ടോള് വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു ടോളിൽ ഇനിയിപ്പോ നമ്മളുടെ ഈ ടോൾ കാർഡിൽ പൈസ ഇല്ലെങ്കിൽ ഇരട്ടി പൈസ കൊടുക്കണം. ഈ ഇരട്ടി പൈസ ആർക്കാ പോകുന്നത്? ലോകത്ത് ഇന്നേ വരെ ഒരു കേട്ടുകേൾവി പോലുമില്ല. ഒരു മനുഷ്യന്റെ മറവിക്ക് അല്ലെങ്കിൽ അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഫൈനായിട്ട് അതേ സംഖ്യ തന്നെ മുഴുവൻ പിരിച്ച് ഈ ടോൾ കമ്പനിക്ക് കൊടുക്കുന്ന ഒരു വ്യവസ്ഥിതി. ഇതിന്റെ കണക്കാർക്കാ കാണാൻ പറ്റുന്ന? ടോളിന് ഈ കാലയളവിലൊന്നും GSTയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. GSTയിൽ ഉൾപ്പെടുത്തിയാൽ അതിന്റെ കൃത്യമായ കണക്ക് പുറത്തേക്ക് വരും. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാ. അപ്പൊ പാലിയേക്കര ടോൾ കമ്പനിയുടെ പേര് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ എന്നാ. ഭാഗ്യം ഗുരുവായൂരപ്പൻ ഇൻഫ്രാസ്ട്രക്ചർ ഇടാഞ്ഞത്. കാരണം ഈ കളവിന് ഭഗവാന്റെ പേരിടാത്തത് തന്നെ വലിയൊരു സന്തോഷം. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ അവര് നിർത്തി. അപ്പൊ ഈ പണ്ട് ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഏതെങ്കിലും ഒരു റോഡ് പണിതായിട്ടാണോ അറിവുണ്ടോ? ഇല്ല. അതാ ഇത്രയും വലിയൊരു ഭീമമായ ഒരു സംഖ്യ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും കൈയിട്ട് വാരാൻ പറ്റുമെന്നുള്ള മുൻവിധിയോടുകൂടി വളരെ പെട്ടെന്ന് ഹൈദരാബാദ് ബേസ് ചെയ്തിട്ട് തട്ടിക്കൂട്ടിയ ഒരു കമ്പനിയാണ് ഈ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി. അതുപോലെ തന്നെ നെക്സ്റ്റ് ടോൾ കമ്പനിയിലേക്ക് വരുമ്പോൾ വീണ്ടും പറയുന്നു പാലക്കാട് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി. അതും ഇതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് തന്നെയാണ് വ്യവസ്ഥിതിന്ന്. ഒരേ ദിശയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 60 കിലോമീറ്ററിന്റെ ഉള്ളിൽ 2 ടോൾ പിരിവ് കേന്ദ്രം പാടില്ല എന്ന് വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ തൃശ്ശൂർ പാലിയേക്കര ടോളും പാലക്കാടിന്റെ തുടക്കത്തിലുള്ള ടോളും കൂടി നോക്കുമ്പോൾ 35 കിലോമീറ്ററിന്റെ ഉള്ളിലാണ്. എന്താ നമ്മളെ ഭരിക്കുന്ന അധികാരി വർഗത്തിനും ഉദ്യോഗസ്ഥ വൃന്ദത്തിനും ഇതൊന്നും അറിയില്ലേ? ഒരു സാധാരണക്കാരന്റെ കാര്യമാണ്. കൃത്യമായിട്ട് വരി കിട്ടുന്നുണ്ട്. പിന്നെന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവകാശ സംരക്ഷണ ജാഥ നയിക്കേണ്ട ഒരു അവസ്ഥയാ സംജാതമായിരിക്കുന്നത്. ഈ നിലയ്ക്ക് പോയി എന്തുണ്ടാവുക? വലിയ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരു സ്ഥലത്ത് നമ്മളെ ഭരിക്കുന്ന ആൾക്കാരാരാ? ഇരട്ട ചങ്കുണ്ട് എന്നാ പറയുന്നത്. എങ്ങനെയാ ഇരട്ട ചങ്ക് വരുന്നത്? പ്രത്യയശാസ്ത്രം നഷ്ടപ്പെടുമ്പോൾ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ സംവിധാനം കൊണ്ടുവരുന്നു. ജനങ്ങളെ മൊത്തം വിശ്വാസത്തിലെടുക്കുന്നു. ഇനി നമ്മളെ രക്ഷിക്കാനായിട്ട് ഈ രക്ഷകൻ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ ആ രക്ഷകനിൽ വിശ്വസിച്ച് നമ്മൾ 2ാം ഊഴം ഭരണം കൊടുക്കുന്നു. പിന്നെന്താണ്ടായേ? ലോകായുക്തയ്ക്ക് പോലും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. 1 വർഷത്തിന് ശേഷം എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വിധി
പറയുന്നു, കണ്ണടയ്ക്കുന്നു. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതേമാതിരി തന്നെ കേന്ദ്രത്തിലായാലോ ഡബിൾ എഞ്ചിനാന്നാ പറയുന്നത്. നമ്മൾ ട്രെയിൻ കണ്ടിട്ടില്ലേ, ഒരു എഞ്ചിൻ വലിക്കാനും ഒരു എഞ്ചിൻ പിന്നിന്ന് തള്ളാനും. അപ്പൊ നമ്മൾ സാധാരണക്കാരനായ ആൾക്കാരെന്താ ധരിക്കുന്നത്, വളരെ വലിയ പുരോഗതിയിൽ നമ്മൾ ജീവിക്കുന്ന രാജ്യം, ഇന്ത്യ മഹാരാജ്യം മുന്നിലേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ ധരിക്കുന്നത്. പക്ഷെ സംഭവിക്കുന്നതോ, ഈ രണ്ട് എഞ്ചിന്റെ ഇടയിൽ കിടന്ന് സാധാരണക്കാരനുണ്ടല്ലോ, ഈ ആം ആദ്മി എന്ന് പറയുന്നവൻ വളരെയധികം ബുദ്ധിമുട്ടുക. ഗ്യാസിനൊക്കെ ഇപ്പൊ എന്താ വില, ആർക്കും ആ ഭാഗം അന്വേഷിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റോട്ടെ, നല്ല കാര്യം. പക്ഷെ നമ്മുടെ പൊതുകടം വീണ്ടും കുറയുന്നില്ല. അത് ഇടത്തെ സൈഡിലെ പൊതുകടം വളരെയധികം കൂടുന്നു. മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിനെക്കാട്ടും ഇരട്ടിയായി മാറുന്നു. ഇവിടെ എന്താ ഉണ്ടായിരുന്നത്, മുൻകാലങ്ങളിലെ ഗവൺമെന്റുകള് വയറ് ചുരുക്കി പിടിച്ചുകൊണ്ട് ആർജിച്ചെടുത്തിട്ടുള്ള മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിൽക്കുന്നു. എല്ലാ ഇൻഷുറൻസ് മേഖലകളിലും സ്വകാര്യവൽക്കരണങ്ങൾ നടത്തുന്നു. അങ്ങനെ ഈ ചെറിയ കമ്പനിയുടെ പേരുകൾ പറയുന്നില്ല, കമ്പനികൾ ഇങ്ങനെ ഉയരുന്നു. 3, 4, 5 കോടീശ്വരന്മാരാവുന്നു. ഞാനെന്താ ധരിച്ച്, അദാനിയും അംബാനിയും അതിരുവിട്ട് സഹായിക്കുമ്പോൾ ഞാൻ ധരിച്ചത് എന്താണെന്നറിയോ, നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് ഒരുപാട് വലിയ വ്യവസായികൾ ഉണ്ടാവും. ഇന്ത്യൻ ബ്രാൻഡ് ഇന്ത്യക്ക് പുറത്ത് സാധാരണക്കാരനായിട്ടുള്ള വിദേശികൾ ഉപയോഗിക്കും. അവിടുന്ന് കിട്ടുന്ന റവന്യൂ ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഒഴുകും. അപ്പോൾ എന്റെ ജീവിത സാഹചര്യവും എന്റെ കുടുംബവും എന്റെ നാട്ടുകാരും വളരെ പുരോഗതിയിലേക്കാവും എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ ഈ ദോസ്തിവാർ സമൂഹം എന്താ ചെയ്യുന്നത്, അദാനി ആയാലും അംബാനി ആയാലും എന്ത് ചെയ്യുന്നു, നമ്മളുടെ പിച്ചച്ചട്ടിയിൽ തന്നെ കൈയിട്ട് വാരുന്നു. നമ്മൾ ഇന്ത്യ ദരിദ്രനാരായണന്മാർ വീണ്ടും ദരിദ്രരാകുന്നു. റെയിൽവേ ആയാലും കൽക്കരി ആയാലും ഫിഷറീസ് ആയാലും അതുപോലെ തന്നെ തുറമുഖങ്ങളായാലും എല്ലാം ഇവർക്ക് തീരെഴുതി കൊടുക്കുന്നു. അതിന്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു, ഗവൺമെന്റിന് നിലനിൽക്കാൻ വീണ്ടും ടാക്സ് കൂട്ടേണ്ടി വരുന്നു. ഈ ടാക്സിന്റെ അടിമയിൽപ്പെട്ടുകൊണ്ട് സാധാരണ ജീവിതം കോവിഡ് മഹാമാരിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റാൽ പോലും അതിലും ദുസ്സഹമായിട്ട് നമ്മളെ കൊണ്ട് മുന്നാക്കം നയിക്കുന്നു. ഇതിനൊരു അറുതി വേണം. സാധാരണക്കാരന് വളരെ നല്ല രീതിയിൽ ജീവിത സാഹചര്യത്തോടുകൂടി ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാനുള്ള ഒരു അവസ്ഥ സംജാതമാകണം. അതിനാണ് ആം ആദ്മി പാർട്ടി. 10 വർഷമായിട്ടുള്ളൂ, വലിയ തത്വസംഹിതകളൊന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഈ ആം ആദ്മി പാർട്ടിയിലൂടെ മാത്രമേ സാധാരണക്കാരന് ജീവിതവും ജീവിത സാഹചര്യവും നമുക്ക് ഇവിടെ കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തും നിലനിൽക്കുള്ളൂ. ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.